Hello friends, welcome to my YouTube channel Andro Creations. ഞാൻ ഇന്ന് ഒരു സോഫ്റ്റ്വെയർ ഡെഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു. അതായത് ഫ്ലാഷിംഗ് ടൂൾസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് സ്വന്തമായിട്ട് തന്നെ സോഫ്റ്റ്വെയർ ചെയ്യാൻ സാധിക്കുമോ, അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് സോഫ്റ്റ്വെയർ ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നിങ്ങളുടെ ഫോൺ സോഫ്റ്റ്വെയർ ചെയ്യാൻ സാധിക്കും. ഒരു PC ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കുറച്ച് റിസ്കി ഫാക്ടർ കുറച്ച് കൂടുതലാണ്. റിസ്കി ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്ന ചെറിയൊരു അശ്രദ്ധ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ വരുന്ന ചില പ്രോബ്ലംസുകൾ നമ്മുടെ ഫോണ് പൂർണ്ണമായിട്ടും ഡെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. പൂർണ്ണമായിട്ടും ഡെഡ് ആവുക എന്ന് പറയുന്നത് ഫോണ് പിന്നീട് നമ്മൾ ഷോപ്പിൽ കൊടുത്താൽ പോലും റെഡിയാക്കി എടുക്കാൻ സാധിക്കാത്ത രീതിയിൽ ഡെഡായി പോകും. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നിങ്ങൾക്ക് ഒരു ഫോണേ ഉള്ളൂ, അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണാണെങ്കിൽ നമ്മളൊരു ഒരു ഒരു റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട, അത് ഷോപ്പിൽ കൊടുത്ത് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം വലിയ വിലയൊന്നും സോഫ്റ്റ്വെയർ ചെയ്യുന്നതിനായിട്ട് ഇല്ല. മാക്സിമം ചിലപ്പോൾ 200, 300, 400 അങ്ങനെ കുറച്ച് ഓരോ സ്ഥലത്തെ അതിൻ്റേതായ ഓരോ ഷോപ്പിലും അതിൻ്റേതായ ചില റേറ്റ് വ്യത്യാസം ഉണ്ട് എന്നുള്ളതല്ലാതെ വലിയ വിലയൊന്നും സോഫ്റ്റ്വെയർ ചെയ്യുന്നതിനായിട്ട് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ കുറഞ്ഞ രൂപയ്ക്ക് തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരു റിസ്ക് എടുക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡറി ഫോൺ നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്, ഒന്ന് സോഫ്റ്റ്വെയർ ചെയ്ത് നോക്കണം, ഒരു ആഗ്രഹമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാം. നിങ്ങൾക്ക് അതിൻ്റെ കിറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഒരു PC മാത്രമല്ല, PC ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫുൾ വീഡിയോസ് ഞാൻ ഇട്ട് തരാം. ഇപ്പോൾ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അത് നിങ്ങൾ മനസ്സിലാക്കാം. ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. ഇത് മൊത്തമായിട്ട് കണ്ടിട്ട് ശേഷം മാത്രമേ പൂർണ്ണമായിട്ടും കാണുക, സ്കിപ്പ് ചെയ്ത് കാണുന്നത് പൂർണ്ണമായിട്ടും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻ്റായിട്ട് കൂടി നിങ്ങൾ രേഖപ്പെടുത്തുക. ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഞാൻ അതും നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി തരാം. ഓക്കെ, അതായത് ഒന്നാമത് നിങ്ങളുടെ കയ്യിൽ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ കയ്യിൽ വേണ്ട കാര്യം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ, PC. തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഒരു PC ഉണ്ട്. PC ഉണ്ടെങ്കിൽ, കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സോഫ്റ്റ്വെയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് PC ഒന്നാമതായിട്ട് കമ്പ്യൂട്ടർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത് എന്ന് പറയുന്നത് ആ ഒരു കമ്പ്യൂട്ടറിൽ ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എന്തോന്നിൻ്റെ ഡ്രൈവാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്? നമ്മുടെ ഫോണ് ഏത് മോഡലാണ്, ഏത് കമ്പനിയുടെ ഫോണാണോ ആ കമ്പനിയുടെ ഒരു ഫോണുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഉദാഹരണമായിട്ട് നിങ്ങളുടെ കയ്യിരിക്കുന്ന സാംസങ് ഫോൺ ആണെങ്കിൽ സാംസങ് ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ MI ആണെങ്കിൽ MI ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ലെനോവ ആണെങ്കിൽ ലെനോവ ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിൻ്റെ ചിപ്സെറ്റ് കോൺകോം ചിപ്സെറ്റ് ആണെങ്കിൽ കോൺകോം ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കും കോമൺ ആയിട്ട്. അപ്പോൾ അതായത് നിങ്ങളുടെ ഫോണ് ഏതാണോ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രൈവ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എന്താണ് ഈ ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നത്? ഇതൊരു ഹാർഡ്വെയർ അല്ല, നോട്ട് എ ഹാർഡ്വെയർ അല്ല, ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. സാംസങ് ഡ്രൈവ്, MI ഡ്രൈവ്, അതേപോലെ തന്നെ ലെനോവ ഡ്രൈവ്, അങ്ങനെയൊക്കെ ഡ്രൈവ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു ഹാർഡ്വെയർ ആണോ എന്നുള്ളത്. അല്ല, ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. ഈ ഒരു സോഫ്റ്റ്വെയർ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളുടെ മൊബൈലും കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഡ്രൈവ് നമ്മുടെ PC-യിൽ നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണും കമ്പ്യൂട്ടറുമായിട്ട് നമ്മൾ വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ സമയത്ത് കണക്ട് ആകത്തില്ല. അപ്പോൾ ഡ്രൈവാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഈ ഡ്രൈവിന്റെ സഹായത്തോടു കൂടിയാണ് കമ്പ്യൂട്ടറും മൊബൈലുമായി കണക്ട് ആവുന്നത്. നമ്മുടെ ഫയലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ ഒരു ഡ്രൈവിന്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഡ്രൈവ് നിങ്ങൾ തീർച്ചയായും ഇൻസ്റ്റാൾ ചെയ്തിരിക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫേംവെയർ. എന്താണ് ഈ ഫേംവെയർ? നമ്മുടെ സോഫ്റ്റ്വെയറിനെ തന്നെയാണ് ഫേംവെയർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ROM നമ്മൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി നമ്മുടെ മൊബൈലിലേക്ക് കയറ്റുന്ന ആ ഒരു സോഫ്റ്റ്വെയറിനെയാണ് ഫേംവെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ ഫോണിനും പ്രത്യേക ഓരോ മോഡൽ അനുസരിച്ചും പ്രത്യേക ഫേംവെയർ ആണ്. അത് ഏത് ഫേംവെയർ ആണ്, ഏതാണോ നിങ്ങളുടെ ഫോണിന്റെ മോഡൽ നമ്പർ അതുമായി റിലേറ്റഡ് അതുമായിട്ടുള്ള ഫേംവെയർ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പല സൈറ്റുകളുമുണ്ട്. സാംസങ് ആണെങ്കിൽ മൊബൈൽ എന്ന് പറഞ്ഞ സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഫേംവെയർ ലഭ്യമാവുന്ന ഒരുപാട് സൈറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൽ ഏതിലെങ്കിലും കയറിയിട്ട് നിങ്ങളുടെ ഫോണിന്റെ മോഡൽ അനുസരിച്ചുള്ള പ്രോപ്പർ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഫേംവെയർ നിങ്ങളുടെ PC-യിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഫേംവെയറിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഫ്ലാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോണിൻ്റെതല്ലാത്തൊരു ഫേംവെയർ ആണ് നിങ്ങൾ ഫ്ലാഷ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഫോൺ ഡെഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാം. നിങ്ങളുടെ ഫോണിന്റെ മോഡൽ നമ്പർ അനുസരിച്ചുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഫേംവെയർ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കാം. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണ്
ഫാസ്റ്റ് ബൂട്ട് മോഡ് ആണെങ്കിൽ ഫാസ്റ്റ് ബൂട്ട് മോഡിൽ എടുക്കുക, ഡൗൺലോഡിംഗ് മോഡ് ആണെങ്കിൽ ഡൗൺലോഡിംഗ് മോഡ്, അതായത് ഫ്ലാഷിംഗ് മോഡിലേക്ക് എടുക്കുക എന്നുള്ളത്. ഓരോ ഫോണിനും ഫ്ലാഷിംഗ് മോഡ് വ്യത്യസ്തമായിരിക്കും. ചില ഫോണുകൾക്ക് ഇപ്പോൾ സാംസങ് ഫോൺ ആണെങ്കിൽ ഓഡിൻ മോഡെന്നോ അല്ലെങ്കിൽ ഡൗൺലോഡിംഗ് മോഡെന്നോ ഒക്കെ പറയും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ MI ആണെങ്കിൽ ഷോമിയുടെ ഫോൺ ആണെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ബൂട്ട് മോഡിലേക്ക് എടുക്കാം. അപ്പോൾ ഓരോ ഫോണിനും അതിൻ്റെതായ രീതിയിലുള്ള ഫ്ലാഷിംഗ് മോഡുകളുണ്ട്, അതെടുക്കുക. ചില ഫോണുകൾക്ക് നമുക്ക് ചില ഫോണുകൾക്ക് നമുക്ക് EDL മോഡിലേക്ക് എടുക്കേണ്ടത്. അത് EDL മോഡിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം. എന്താണ് ഈ ഒരു EDL മോഡ്. ചിലപ്പോൾ നമുക്ക് EDL മോഡിൽ ഇട്ട് തരണം നമുക്ക് ഫ്ലാഷ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇട്ട് തരാം, EDL മോഡിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫ്ലാഷിംഗ് മോഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ വന്നിട്ട് വേണം നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്യേണ്ടത്. ഇനി അഞ്ചാമതായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഫോണ് കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്ത് ഫ്ലാഷ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഫ്ലാഷിംഗ് ടൂൾസ് കൂടി വേണം. ഫ്ലാഷിംഗ് ടൂൾസ് ഇതും ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്, ഹാർഡ്വെയർ അല്ല, സോഫ്റ്റ്വെയർ. ഫ്ലാഷിംഗ് ടൂൾ വേണം. ഇതിൽ സോഫ്റ്റ്വെയറും ഉണ്ട്, ഹാർഡ്വെയറും ഉണ്ട്. ഹാർഡ്വെയറിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഫ്ലാഷിംഗ് ടൂൾസ് എന്ന് പറയുമ്പോഴത്തേക്കും സാംസങ് ഫോൺ ആണെങ്കിൽ ഓഡിൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. അതൊരു ഫ്ലാഷിംഗ് ടൂളാണ്. MI ആണെങ്കിൽ MI ടൂള്, അല്ലെങ്കിൽ മീഡിയ ടെക്കിന്റെ ചിപ്സെറ്റ് ഉള്ള ഫോണുകളാണെങ്കിൽ നമുക്ക് SP ഫ്ലാഷ് ടൂൾസ്, അങ്ങനത്തെ ഓരോന്നിനും ഓരോ ഫോണിനും അതിൻ്റെതായ ചിപ്സെറ്റുകൾക്ക് അനുസരിച്ചുള്ള ഫ്ലാഷിംഗ് ടൂൾസുകളുണ്ട്. അത്തരം ഫ്ലാഷിംഗ് ടൂൾസുകൾ ഉപയോഗിച്ചു ഞാൻ ഇപ്പോൾ പറഞ്ഞതെല്ലാം ഫ്രീ ആയിട്ട് ലഭ്യമാകുന്ന ഒരു ഫ്ലാഷിംഗ് ടൂൾസുകളാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഫ്ലാഷിംഗ് ടൂൾസ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഫ്ലാഷിംഗ് ടൂൾസിന്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ ഫോണിൽ സോഫ്റ്റ്വെയർ നിങ്ങൾ സ്വന്തമായി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് ഹാർഡ്വെയർ ഇതുവഴി കിട്ടുന്നുണ്ട്. അതായത് ഫ്ലാഷിംഗ് ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, എററൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഫ്ലാഷിംഗ് ബോക്സുകളുണ്ട്, സോഫ്റ്റ്വെയർ ബോക്സുകളുണ്ട്. അത് മിറാക്കിൾ ബോക്സ്, UMT, UFI, MRT, അതുപോലെ ഇൻഫിനിറ്റി Z3X എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്ലാഷിംഗ് ബോക്സുകളുണ്ട്, സോഫ്റ്റ്വെയർ ബോക്സുകളുണ്ട്. ഇത്ര സോഫ്റ്റ്വെയർ ബോക്സ് ഉപയോഗിച്ചും നമുക്ക് സോഫ്റ്റ്വെയർ ചെയ്യാൻ സാധിക്കും. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ട് തരാം. ഇപ്പോൾ കോമൺ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും മെയിനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ അറിയാതെ ചെയ്യുന്ന ചെറിയൊരു മിസ്റ്റേക്സ് ചിലപ്പോൾ നമ്മുടെ ഫോണ് ഡെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോസുകൾ വേണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഫോണിലെ ഡ്രൈവ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ ഫേംവെയർ എവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് EDM മോഡ് എന്താണ്, നമ്മുടെ ഡൗൺലോഡിംഗ് മോഡ് എന്താണ്, ഫാസ്റ്റ് ബൂട്ട് മോഡ് എന്താണ്, ഫ്ലാഷിംഗ് ടൂൾസുകൾ എങ്ങനെ നമ്മുടെ ഫോണിലേക്ക് കൊണ്ടുവരാം, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് സെപ്പറേറ്റ് ഉള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, ഞാൻ ഇട്ട് തരാം. അപ്പോൾ ഏകദേശ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കമന്റ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ ഇടുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.